നമ്മൾ വെയിറ്റ് ഗെയിൻ അല്ലെങ്കിൽ ജസ്റ്റ് വെയിറ്റ് ലോസ് ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓവറോൾ ഒരു ട്രാൻസ്ഫോർമേഷനാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. എത്ര കലോറിയാണ് ഫുഡ് കഴിക്കുന്നത്, ആ കലോറിയിൽ നമുക്ക് ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഇത്ര കലോറി നമ്മൾ കഴിക്കണം എന്നുണ്ടാവും. അതിനേക്കാൾ കൂടുതൽ സർപ്ലസ് ആയിട്ട് കഴിച്ചാൽ മാത്രമേ വെയിറ്റ് കൂടുള്ളൂ. മീലിൻ്റെയും കൂടെയും പ്രോട്ടീൻ മാക്സിമം ഇൻടേക്ക് എടുക്കുക എന്നുള്ളതാണ്. പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഫിഷ് കഴിക്കാം, ചിക്കൻ കഴിക്കാം, ടോഫു പോലെയുള്ള കാര്യങ്ങൾ കഴിക്കാം, പയറുവർഗ്ഗങ്ങൾ, അതായത് പയറുവർഗ്ഗങ്ങൾ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് ധാന്യം പോലെയുള്ള കാര്യങ്ങൾ കഴിക്കാം, നമ്മൾ മുട്ട കഴിക്കാം. കൂടുതലായിട്ട് ഇതിനകത്തൊക്കെ പ്രോട്ടീനാണ്. വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന ആൾക്കാരും ജിമ്മിലൊക്കെ പോകണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പം കൂടുതൽ ആൾക്കാരും കൺഫ്യൂസ്ഡ് ആവുന്നൊരു കാര്യം, വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടല്ലേ ജിമ്മിൽ പോകേണ്ടത്, വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ? അങ്ങനെയല്ല. നിങ്ങളുടെ മസിൽ സ്ട്രെങ്ത്ത് കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജിമ്മിൽ പോകണം. അതായത് ഞാൻ പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് കൂട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രിക്റ്റായിട്ട് സാധാരണ വെയിറ്റ് ലോസിനൊക്കെ ആൾക്കാർ എടുക്കുന്നത് പോലെ തന്നെ ഒരു കറക്റ്റ് റുട്ടീൻ ഉണ്ടാക്കുക. ഓരോ മീലിൻ്റെ കൂടെയും പ്രോട്ടീൻ കഴിക്കണം എന്നുള്ളതും, അതുപോലെ തന്നെ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യണം എന്നുള്ളതും, കലോറി സർപ്ലസ് ആയിട്ട് എടുക്കണം എന്നുള്ളതും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ റെഗുലറായിട്ട് ഒരു ഓർഡറിൽ ഒരു റുട്ടീൻ പോലെ ചെയ്തു പോകണം. നേരത്തെ ഞാൻ പറഞ്ഞു കലോറി സർപ്ലസിൽ പോകണം എന്നുള്ളത്. കലോറി സർപ്ലസിൽ പോകേണ്ടത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. അതിനാണ് കലോറി ഡെൻസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം എന്ന് പറയുന്നത്. കലോറി ഡെൻസ് ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുക, ഒന്ന് നട്ട് ബട്ടേഴ്സ് ഒക്കെ കഴിക്കുക എന്നുള്ളത്. ഇപ്പോൾ ആൽമണ്ട് ബട്ടർ, പീനട്ട് ബട്ടർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുക. അവക്കാഡോസ് കഴിക്കുക, ഹെൽത്തി ഫാറ്റ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ കഴിക്കുക, നട്ട്സ് കഴിക്കുക, സീഡ്സ് കഴിക്കുക, ആയിട്ടുള്ള സ്മൂത്തീസ് കഴിക്കുക. മാക്സിമം ചെറിയ മീലാക്കി 5-6 മീൽ ഒരു ദിവസം കഴിക്കുക എന്നുള്ളത്. ഒരു മീലിനെ തന്നെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കാം. 7 മുതൽ 9 മണിക്കൂർ വരെയെങ്കിലും ഉറങ്ങുക എന്നുള്ളത്. 7-8 എന്നൊക്കെ പറയും, 7-8-9 അങ്ങനെ ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. പെർഫെക്ഷൻ അല്ല. നമ്മുടെ എനർജി നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ഇടുന്ന സമയത്ത് നമ്മുടെ ബോഡി എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. നമ്മളെ കണ്ട ക്ഷീണം പിടിച്ചതുപോലെ അല്ല ഇരിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് പ്രോഗ്രസ് ഉണ്ടാവുന്നുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. എനർജിയിൽ മാറ്റം ഉണ്ടായാൽ പോലും ഡെഫിനറ്റ്ലി നമുക്ക് പ്രോഗ്രസ് ഉണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. വെയിറ്റ് നമ്മുടെ സ്കെയിലിൽ, അതായത് ഓരോ സമയത്തും നമ്മൾ പോയിട്ട് വെയിങ് മെഷീനിൽ നോക്കി വെയിങ് മെഷീനിലെ നമ്പർ ചേഞ്ച് ചെയ്യുന്നുണ്ടോയെന്ന് മാത്രം നോക്കിയാൽ പോരാ. ഇതൊക്കെ പ്രോഗ്രസ് ആണെന്ന് തന്നെ കണക്കാക്കണം. അങ്ങനെ വേണം ട്രാക്ക് ചെയ്യാൻ. അങ്ങനെ ചെയ്തു പോയാൽ നിങ്ങൾക്ക് വെയിറ്റ് കൂടും എന്നുള്ളത് 100% ഉറപ്പാണ്.